ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? വൈകിട്ട് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു എണ്ണപ്പലഹാരം കഴിക്കാനായിട്ടൊരു കൊതി അങ്ങോട്ട് വന്നു. അപ്പം തന്നെ ഫോണെടുത്ത് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വിളിച്ച് സാധനം വീട്ടിലെത്തി. പക്ഷേ വേണ്ട സാധനങ്ങളൊന്നും തന്നെ കിട്ടിയില്ല കേട്ടോ. കാര്യം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം പലഹാരമൊക്കെ തീർന്നു. എനിക്ക് ഉഴുന്നുവടയും എന്തെങ്കിലും ഇലയടയോ മുളക് ബജി ഇതൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഇലയുടെ ഒന്നും കിട്ടിയില്ല. അതുപോലെ ഉഴുന്നുവടയൊക്കെ തീർന്നുപോയി. കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ് ഉള്ളതിൽ. ഞാൻ നമ്മുടെ മീറ്റ് റോൾ ഓർഡർ ചെയ്തു. കാര്യം എൻ്റെ ഹസ്ബൻഡിന് മീറ്റ് റോൾ ഇഷ്ടമാണ്. പിന്നെ മുളക് ബജി കിട്ടി. പിന്നെ വേറെ ഒരു സാധനം കിട്ടി, ഇലയടയ്ക്ക് പകരം വേറെ സേമിയ കൊണ്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും അതെന്താണെന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അത് ഓർഡർ ചെയ്തു. ഇതാണ് മുളക് ബജി കേട്ടോ. മറ്റേത് മീറ്റ് റോള് നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. എന്തായാലും മറ്റേ സാധനം എന്താണെന്നൊന്ന് നോക്കാം. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. കണ്ടിട്ട് നമ്മുടെ പണ്ടത്തെ ഓലപ്പടക്കമില്ലേ, അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെയുണ്ട്. എന്തായാലും നല്ല മണമുണ്ട് കേട്ടോ. നല്ല നെയ്യുടെ മണം വരുന്നുണ്ട്. തുറന്ന് നോക്കാം. ഞാൻ കൈയൊക്കെ കഴുകിയതാ കേട്ടോ. ഞാൻ പാക്കറ്റ് കൊണ്ടുവരുമെന്ന് അറിഞ്ഞപ്പോഴേ കൈ കഴുകിയിട്ടിരിക്കുവാന്ന് പറയാം. പിന്നെ പ്ലേറ്റിലെക്കാൻ പോയപ്പോഴും കൈ കഴുകിയായിരുന്നു. അപ്പോൾ ഇതാണ് സാധനം. പക്ഷെ നല്ല എണ്ണമെഴുക്ക് തോന്നുന്നുണ്ട്. നെയ്യാണെന്ന് തോന്നുന്നു. മണം വരുന്നത് നെയ്യുടെയാണ്. നന്നായിട്ട് ക്യാഷ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, സേമിയ ആണ്, പക്ഷെ ബ്രൗൺ കളറിൽ ഇരിക്കുന്നു. എന്തായാലും ഒന്ന് തിന്ന് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ? മുന്തിരിങ്ങായും ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇലയട തന്നെയായിരുന്നു നല്ലത്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോഴേ വിചാരിച്ച വൈകിട്ടൊന്ന് നടക്കാനിറങ്ങണമെന്ന്. ഞാനും ആവിയും കൂടെ പയ്യൊന്ന് നടക്കാനിറങ്ങി. ഇവിടെ എത്തിയപ്പോൾ ആവി ഒരൊറ്റ ഓട്ടം. പിന്നെ അവിടെ വണ്ടിയൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് അവിടം വരെ പോവുള്ളൂ എന്നറിയാം. എന്തായാലും അവിടെ പോയി ആ ലൈറ്റ് എത്തുന്ന കണ്ടോണ്ടാവും ഓടിയത്. അതെന്താണെന്ന് നോക്കാനായിട്ട് അവിടെ പോയി നിന്ന് എന്നെ നോക്കി നിൽപ്പുണ്ട്. അത് കാണിക്കാനുള്ള നിപ്പാണെന്നറിയാം. എന്തൊക്കെയോ ദൂരേന്നേ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അത് വലിയ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. ആ ലൈറ്റ് കണ്ടിട്ടാണ് പറയുന്നത്. എൻ്റെ അടുക്കൽ അതിൻ്റെ കളറൊക്കെ പറയുവാണ്. 1 2 3 എന്നും കളറും. പിന്നെ അവൻ കാർട്ടൂണിൽ കണ്ടിട്ടുള്ള എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ പയ്യെ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.